ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി ബാർ. ക്രിസ്മസിൻ്റെ അവധി കാരണം കുട്ടികളും റിലേറ്റീവ്സും ഫാമിലീസും എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒണിയൻ സമോസ തയ്യാറാക്കിയാലോ. ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ നമുക്ക് സമോസയുടെ ഷീറ്റ്സും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. വളരെ രുചികരമായ സമോസയുടെ ഷീറ്റ്സും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് തിരിച്ച് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിട്ട് അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി സമോസയുടെ ഷീറ്റ്സിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. സമോസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സമോസ ഷീറ്റ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ചേർക്കാം. മൈദ താല്പര്യമില്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്തോളൂ. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല ചൂട് ഓയിൽ, അതായത് എണ്ണ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് മൈദ മാവിലോട്ട് നന്നായിട്ട് നമ്മുടെ ഓയിലൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ സമോസ തയ്യാറാക്കുമ്പോൾ നല്ല ക്രിസ്പിയും ഓയിൽ അധികം ഒന്നും കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല സോഫ്റ്റ് ഒരു ഡോ ആയിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നോക്കിക്കോളൂ, മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഡോ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റത്തേക്കാണ് നമുക്ക് റെസ്റ്റിന് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം ചേർക്കാം. ജീരകം ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നമ്മുടെ സവോള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തിട്ടോ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ചാട്ട് മസാല ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മസാലകളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് നല്ലൊരു ക്രഞ്ചി ഫീൽ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നമ്മുടെ അവലെടുത്തിട്ടുണ്ട്. നോർമലി വൈറ്റ് മട്ട റൈസ് അവലോ അല്ലെ ഏതാ അവൽ നിങ്ങളുടെ കയ്യിലുള്ളത് ആ അവലെടുക്കുക. ജസ്റ്റ് കയ്യിൽമേ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് കുറേശ്ശെ ആഡ് ചെയ്തെടുക്കുക കേട്ടോ. അവലെല്ലാം ഇതുപോലെ ക്രഷ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് നാരങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഹാഫ് പോർഷൻ്റെ നീര് നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സമോസ ഫില്ലിങ്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ സമോസയുടെ ഷീറ്റ്സിൻ്റെ ആ ഡോ ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കൊള്ളു, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കയ്യിൽമേ വെച്ച് റോൾ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ റോൾസ് ആക്കിയിട്ട് നമുക്ക് ചെറിയ ഒരു പാർട്ടീഷനാക്കി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ബോൾസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കാം. ബോൾസ് എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ നാരങ്ങാന വലുപ്പത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൈമേ വെച്ച് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ സമോസയുടെ ഷീറ്റ് നല്ലൊരു കനം കുറഞ്ഞ് തിന്നായിട്ട് വേണം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് തൂകിയെടുക്കാം. തൂകിയതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പറ്റുന്ന പോലെ, നമ്മുടെ മൈദ ആയതുകൊണ്ട് ഇച്ചിരി സ്ട്രെച്ചബിൾ ആകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പതിയെ ഒന്ന് തിരിച്ചും മറിച്ചും ജസ്റ്റ് ഒന്ന് മാവ് ആഡ് ചെയ്ത് ഇതുപോലെ ഞാൻ ഒരു 2 ഷീറ്റ്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല കനം, അതായത് നമ്മുടെ
കയ്യിൽമേ എടുക്കുമ്പോഴത്തേക്കിന് പുറമിൽ നിന്ന് പുറത്തുനിന്ന് നമ്മൾ കൈ ഒന്ന് ഷെയ്ഡായിട്ട് വരുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ഈ ഒരു ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഷീറ്റ്സ് എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ, അതായത് നമ്മളൊന്ന് ചുട്ടെടുക്കാൻ. അധികം നമ്മൾ ചപ്പാത്തി മുഴുവൻ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാൻ പാടില്ല. ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് വേകുന്ന പോലെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാം. നോക്കിക്കോളൂ, നമ്മുടെ അധികം ഒന്നും വെന്തിട്ടൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം, അതായത് നമ്മുടെ ചുട്ടെടുക്കാം. ചപ്പാത്തി ചുടുന്ന പോലെ പതിയെ ഒരു ബബിൾസ് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ബബിൾസ് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ചുട്ട് വന്നിട്ടുണ്ട്. ബബിൾസൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് അടുത്തതും കൂടെ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഷീറ്റ്സ് എല്ലാം നമ്മുടെ ഇവിടെ ഈ ഹാഫ് ടോസ്റ്റ്, അതായത് ഹാഫായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഹാഫ് കുക്കാക്കി എടുത്തതിന് ശേഷം എല്ലാം നമ്മുടെ ഈ ഒരു ഷീറ്റ്സ് ഒന്ന് ലെവലായിട്ട് വെക്കാം. ലെവലായിട്ട് ഒന്ന് വെച്ചതിന് ശേഷം സൈഡ്സ് എല്ലാം നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലെവലിൽ ഒന്ന് ഒരു സ്കെയിലോ എന്താ വെച്ചാൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പിലാക്കി നന്നായിട്ട് സൈഡ്സ് എല്ലാം സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നടുവശത്തിലും ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ച് നടുക്കൂന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷീറ്റ്സ് ഇവിടെ റെഡി ചെയ്യാണ്. പെർഫെക്റ്റ്ലി നമ്മുടെ ഷീറ്റ്സ് സമോസയ്ക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവശ്യം അനുസരിച്ച് നമുക്ക് ഷീറ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഷീറ്റ്സ് നമുക്കൊരു ഡെപ്പിയിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രീസറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. വേണ്ടി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് നമുക്ക് ബാക്കി വന്ന സമോസ ഷീറ്റ്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് എപ്പോഴാണ് വേണ്ടിയത് അതുപോലെ നമുക്ക് യൂസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സമോസ ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ മൈദപ്പൊടി നമുക്ക് ഒരു ബൗളിലോട്ട് ചേർക്കാം. ബൗളിലോട്ട് ആക്കിയതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു തിക്ക് സ്ലറി ആയി വരുന്നിടം വരെ നന്നായിട്ട് വെള്ളം ആഡ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു സ്ലറി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സമോസ ഷീറ്റ് ഒന്ന് നമുക്ക് കൈമേ എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ലോലി. നോക്കിക്കോളൂ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പോർഷനിൽ വേണം നമ്മുടെ ഈ ഒരു മൈദ മാവ് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാൻ, അതായത് നമ്മൾ പശ ചേർക്കുന്ന പോലെ. നിങ്ങൾക്ക് ഞാൻ പതിയെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ പതിയെ ഒന്ന് മൈദ ചേർക്കാം. എല്ലാ വശത്തോട്ട് മൈദ ഇതുപോലെ ചേർത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഇതുപോലെ പതിയെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു കോൺ ഷേപ്പിൽ വേണം നമുക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. നോക്കിക്കോളൂ, ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നമുക്ക് ഈ ഫില്ലിങ്സ് ഉള്ളിൽ വെക്കുമ്പോഴത്തേക്കിന് ഒത്തിരി നിറച്ചൊന്നും വെക്കാൻ പാടില്ല. 1.5 ടേബിൾ സ്പൂണിന് മാത്രമേ നമ്മുടെ ഫില്ലിങ്സ് ചേർക്കാവുള്ളൂ. അതിൻ്റെ മുന്നേ ഇതുപോലെ പതിയെ മൈദ ഒന്ന് സൈഡിലോട്ട് ഒന്ന് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഫില്ലിങ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അധികം ഒന്ന് തിക്കി ചെയ്യാൻ പറ്റില്ല, കാരണം എണ്ണയിലോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഫ്രൈ ആകുമ്പോഴത്തേക്കിന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇതുപോലെ ഫില്ലിങ്സ് ആക്കിയതിന് ശേഷം ഇതിൽ മേളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആ ഭാഗം കൂടെ നമുക്ക് മറിച്ച് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൈദ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ്സ് എല്ലാം തുറന്നിരിക്കുന്ന ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പം ഓയിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ പുറത്തോട്ടൊന്നും അതിൻ്റെ ഫീലിങ്സ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കുന്നത്. നോക്കിക്കോളൂ, നമ്മുടെ സമോസ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ നിങ്ങൾക്ക് പതിയെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ നോക്കിക്കോളൂ എങ്ങനെയാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് സൈഡ്സ് എല്ലാം ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം പതിയെ ഒന്ന് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. മൈദ 4 വശവും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഇതുപോലെ നമുക്ക് കൈമേ ജസ്റ്റ് ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, കോൺ ഷേപ്പിൽ വന്നില്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് ജസ്റ്റ് ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ആണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ്സിലും ജസ്റ്റ് മൈദ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ആ പോർഷൻ ഒന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. പതിയെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് എല്ലാം ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഫില്ലിങ്സ് എല്ലാം ഇൻസേർട്ട് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. സൈഡ്സ് എവിടെയെങ്കിലും ദ്വാരം തുറന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നോക്കിക്കൊള്ളൂ, നമ്മുടെ സമോസ ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി സമോസയും കൂടെ റെഡിയാക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഞാനിവിടെ സമോസസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചേർക്കാം. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാകാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാകാൻ വേണ്ടിയിട്ട്. ഓരോന്നായിട്ട് സമോസസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് വരുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് പതിയെ തിരിച്ചും മറിച്ചും മാത്രമേ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പതിയെ ഒന്ന് ഒരു സ്പാച്ചുലയോ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പതിയെ ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും നമുക്ക് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഞാനൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. സ്ട്രെയിനറിലോട്ട് ഓരോ സമോസ എടുത്ത് ഞാൻ ഇതുപോലെ ആക്കി നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള സമോസയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സമോസ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നന്നായിട്ടൊന്ന് ഇതിൽ മേലിൽ നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി, നല്ല ക്രിസ്പിയും കൂടെയാണ് നമ്മുടെ ഈ ഒരു സമോസ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈസി വേയിൽ സമോസ ഷീറ്റ്സും, അതായത് നമ്മുടെ സമോസ എങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എല്ലാം നമ്മൾ ഷീറ്റ് തയ്യാറാക്കുമ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡ്സാണ് ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ബാക്കി വന്നപ്പോൾ ആ ഒരു ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു സമോസ തയ്യാറാക്കി നിങ്ങളുടെ ഹോളിഡേയ്സ് നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നാളെ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.